ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിലെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഈ ആഴ്ച 4 സ്റ്റോക്സുകളാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്: ലെമൺ ട്രീ ഹോട്ടൽസ്, CSC, ഹുഡ്കോ, കോറമൻഡൽ ഇന്റർനാഷണൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ബൈയിങ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് ഏതാണെന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് നടന്നതാണ് പറയുന്നത്. അതിൻ്റെ ബൈ ലെവൽ പറയുന്നത് 147 മുകളിലാണ് ബൈ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് 177, സ്റ്റോപ്പ് ലോസ് പറയുന്നത് 130 താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 1.7 ആണ്. നമുക്കൊന്ന് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സിമെട്രിക്കൽ പാറ്റേൺ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബൈ ലെവൽ പറഞ്ഞിരിക്കുന്നത് 147 ആണ്. അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 177 ആണ്. സ്റ്റോപ്പ് ലോസ് 130 താഴെ. അപ്പോൾ ഈ സ്റ്റോക്സ് 147 ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 177, അതുപോലെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 130 താഴെയാണ്. ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റലി ഈ ഒരു സ്റ്റോക്ക് വീക്കായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് ഹൈ ഡെപ്റ്റ് ലെവൽസ് ഉണ്ട്, അതുപോലെ ലോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്, ലോ റിട്ടേൺ ഓൺ ഈക്വിറ്റി ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രി പി കമ്പാരിസൺ നോക്കുമ്പോൾ കൂടുതലാണ്, പിന്നെ ഹൈ പ്രൈസ് ടു ബുക്ക് റേഷ്യോ ആണ്, പിന്നെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഡിക്രീസ് ആണ്. അപ്പോൾ ഈ 6 മെയിൻ റീസൺ കൊണ്ട് ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി വീക്കാണ്. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ബ്രേക്കൗട്ട് ലെവൽ ഇതാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് പറയുന്നത് CSC ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത് സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ ഒരു അപ്വേർഡ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് പ്രീവിയസ് സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 147 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു ബൈ റെക്കമെൻഡ് ചെയ്യുന്നത്. 176 ആണ് ടാർഗറ്റ്, അതുപോലെ 129 ആണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1.6 ആണ്. നമുക്കിത് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടാർഗറ്റ് 176. അതുപോലെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത് 129 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് CSCയുടെ ടെക്നിക്കൽ ലെവൽ ഇപ്പോഴത്തെ. ഇനി നമുക്കിതിൻ്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ CSC ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് സ്റ്റേബിൾ ബിസിനസ് ആണ്, ഇൻ്റഗ്രേറ്റഡ് യൂട്ടിലിറ്റി കമ്പനിയാണ്, അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് ആൻഡ് റവന്യൂ ഉണ്ട്, നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ട്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, ഫ്രീ ക്യാഷ് ഫ്ലോ നല്ലതാണ്, അപ്പോൾ നല്ല രീതിയിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 7 റീസൺ കൊണ്ട് തന്നെ CSC ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഹുഡ്കോ ആണ്. അപ്പോൾ ഹുഡ്കോ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് നടത്തുന്നതാണ് പറയുന്നത്, നല്ല വോളിയത്തിൽ. അതിൻ്റെ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 319 ആണ്. 235 ലെവലാണ് ബൈ ലെവൽ പറയുന്നത്. 235 മുകളിൽ ബൈ പറയുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 186 ആണ്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1.7 ആണ്. അപ്പോൾ നമുക്കൊന്ന് ചാർട്ടിലൊന്ന് ഈ ഹുഡ്കോ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് നടന്നുണ്ട്. ഇനി ബൈ ലെവൽ പറയുന്നത് 235 മുകളിലാണ്. ഈ ഒരു ലെവലിന് മുകളിൽ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിന് ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 319 ആണ്. ഈ ലെവലിലാണ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് പറയുന്നത് 186 ആണ്. ഓക്കെ, ഇതാണ് ഈ ലെവലിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു 235 ലെവൽ ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഹുഡ്കോയുടെ ടെക്നിക്കൽ ലെവൽസ് ഇപ്പോഴത്തെ. ഇനി നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഹുഡ്കോ ഫണ്ടമെന്റലി വീക്കായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഹൈ ഡെപ്റ്റ് ലെവൽസ് ആണ്. അതുപോലെ ഡിക്ലൈൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് കാണിക്കുന്നുണ്ട്, മോഡറേറ്റ് ഫിനാൻഷ്യൽ റേഷ്യോ, അതുപോലെ ഹൈ പ്രൈസ് വൊളറ്റിലിറ്റി, ഹൈ ഓപ്പറേറ്റിംഗ് മാർജിൻ പെർസെൻറ്റേജ്, ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ഡിവിഡൻഡ് yield, ഫ്രീ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഈ ഒരു 7 റീസൺ കാരണം ഹുഡ്കോ ഫണ്ടമെന്റലി ഇപ്പോൾ വീക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റോക്സ്. അടുത്ത സ്റ്റോക്സ് കോർമെന്റൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇതിന് റീസൺ ആയിട്ട് പറയുന്നത് ഒരു സ്ട്രോങ് റിവേഴ്സൽ വരുന്നതാണ് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്ന്. അതുപോലെ തന്നെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബൈ ലെവൽ റെക്കമെൻഡ് ചെയ്യുന്നത് 1220 ലെവലിന് മുകളിലാണ്. ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1605, സ്റ്റോപ്പ് ലോസ് 1070 താഴെയാണ്. 2.5 ആണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത്. നമുക്ക് ചാർട്ടിലൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്നാണ് ഇവിടെ റിവേഴ്സൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബൈ ലെവൽ 1220 മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1220 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1605 ആണ്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1070 ആണ്. ഓക്കെ, ഈ 1070 താഴെയാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റലി കോർമെന്റൽ ഇന്റർനാഷണൽ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, മാർക്കറ്റ് ലീഡർഷിപ്പ്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, സ്റ്റേബിൾ ഡിവിഡൻഡ് yield, റീസൈലന്റ് ബിസിനസ്, സ്റ്റഡി പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ്, റീസണബിൾ വാല്യുവേഷൻ. അപ്പോൾ ഈ ഒരു 7 റീസൺ കൊണ്ട് തന്നെ കോർമെന്റൽ ഇന്റർനാഷണൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെയാണ് സ്റ്റോക്ക് എഡ്ജ് ഈ ആഴ്ച നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത 2 സ്റ്റോക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് AB ക്യാപിറ്റൽ ആണ്. അത് ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടിൽ നിൽക്കുകയാണ്. ഓക്കെ, അതായത് 2018 ഹൈ ബ്രേക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ് AB ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റലി ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റോക്സ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ, ബ്രാൻഡ് ആൻഡ് ഗ്രൂപ്പ് സപ്പോർട്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ്, റിസർവ്സ്, ചലഞ്ചസ് വിത്ത് ഡെപ്റ്റ്, നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ. ഈ ഒരു റീസണൊക്കെ കൊണ്ട് ഫണ്ടമെന്റലി മോഡറേറ്റ്ലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് ഓൾ ടൈം ഹൈക്ക് എടുത്താണ് നിൽക്കുന്നത്. ആ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഓൾ ടൈം ഹൈ വരുന്നത് 255 ലെവലാണ്. അപ്പോൾ 255 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ റിവേഴ്സിൽ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്ക് ഹാവൽസ് ആണ്. അപ്പോൾ ആ ഹാവൽസും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ 2021 ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇപ്പോഴത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് ഈ ആഴ്ച നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ ബ്രേക്കൗട്ട് ലെവൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്സിൽ ബൈ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.